എൻ്റെ മുമ്പിൽ തന്നിരിക്കുന്ന സമയത്തിൽ എനിക്ക് ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം അവസാനിപ്പിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നത് കൊണ്ട് ഞാൻ മറ്റ് മുഖവരകളൊന്നും കൂടാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച് തന്നിരിക്കുന്ന ഒരു ദൈവവചനം വായിച്ച് സ്തോത്രം ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. സ്തോത്രം. അതിനാധാരമായ ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. സ്തോത്രം. വായിച്ചാട്ടെ, ഒരാൾ വായിച്ചാട്ടെ ശബ്ദം. അവനെ പിടിച്ച ശേഷം ആ ആ ആ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്തോത്രക്കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം നമ്മെ ബലപ്പെടുത്തി. സ്തോത്രം. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളുടെ എല്ലാം ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സെക്ഷനിലേക്ക് ദൈവവചന ശുശ്രൂഷ. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനം. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവജനം വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അല്പസമയം അധരങ്ങളെ ചലിപ്പിച്ച് കർത്താവെ, ഇവിടെ നിൽക്കുന്നത് ആര് എന്നല്ല, ഇവിടെ ശുശ്രൂഷിക്കുന്നത് ആര് എന്നല്ല, കർത്താവെ അങ്ങയുടെ വചനമാണ്. ആര് പറഞ്ഞാലും കേൾക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം അത്ഭുതങ്ങളെ ചെയ്യും. ആ വചനം വെറുതെ മടങ്ങിപ്പോകത്തില്ല. അങ്ങയുടെ അഭിഷിക്ത ദാസന്മാരിലൂടെ ഇവിടെ കേൾപ്പിക്കുന്ന വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്ത് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഈ വചനങ്ങളെ ഞാൻ സ്വീകരിക്കുമ്പോൾ കർത്താവെ, അതെൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ, എൻ്റെ കുടുംബത്തിനൊരു വിടുതലായി മാറട്ടെ, എൻ്റെ തലമുറകൾക്കൊരു വിടുതലായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ദൈവജനങ്ങൾ അധരങ്ങളെ ചലിപ്പിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ അപ്പൻ്റെ പൊന്നുപാദത്തോട് അടുത്ത് വരികയാണ്. ഈ പകലിലും പരിശുദ്ധനാം ദൈവത്തോടൊന്ന് പ്രവർത്തിക്കണം. കേവലം ഒരു സഭാരാധന കൂടി മടങ്ങിപ്പോകുവാനല്ല, അതിലപ്പുറമായി ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ, അങ്ങയുടെ ദൈവമേ പ്രവർത്തികളെ കാണുവാൻ, അങ്ങയുടെ വിടുതലുകളെ സ്വീകരിക്കുവാൻ സർവശക്തനാം ദൈവത്തോടൊന്ന് സഹായിക്കണമേ. മഹാപരിശുദ്ധന് നിത്യന് നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായി നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി അപ്പച്ചൻ്റെ പൊന്നുപാദത്തോട് അടുത്ത് വരികയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പ്രവർത്തികളെ സർവശക്തനാം ദൈവത്തോടൊന്ന് വെളിപ്പെടുത്തണം. കർത്താവിൻ്റെ സന്നിധിയിൽ ആവലോടെ കർത്താവെ ദൈവശബ്ദം കേൾക്കാൻ, ദൈവത്തിൻ്റെ അങ്ങേ സ്തുതിക്കാൻ, ആരാധിക്കാൻ കഴിഞ്ഞൊരാഴ്ച മുഴുവൻ അങ്ങ് ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ഈ പകൽക്കാലം അങ്ങയുടെ മക്കൾ ലഭിച്ച അവസരങ്ങളെ നഷ്ടമാക്കാതെ അങ്ങയുടെ ആലയത്തിലേക്ക്, അങ്ങയുടെ പാദത്തിലേക്ക് ഓടിക്കടന്ന് വന്നിരുന്നു ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വളരെ പ്രതീക്ഷയർപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധനാം ദൈവം അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കണമേ. മാനുഷിക ശബ്ദങ്ങളൊന്നും ഇതിനകത്ത് മുഴങ്ങരുത്. ദൈവശബ്ദം മാത്രം, ദൈവഹിതമല്ലാത്തൊരു പദം പോലും അതരത്തിലൂടെ പുറത്തു വരുവാൻ, ദൈവഹിതമല്ലാത്ത ഒരു ശബ്ദം പോലും ഇതിനകത്ത് മുഴങ്ങുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഹല്ലേലൂയ ഇന്ന് പകലിൽ പരിശുദ്ധനാം ദൈവത്തോടൊന്ന് വെളിപ്പെടുത്തണം. ദൈവവചനം അതിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കത്തക്ക രീതിയിൽ സമർപ്പണത്തോടെ ഹല്ലേലൂയ കർത്താവ് ഏകാഗ്രതയോടെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ കർത്താവ് സന്നിധി ബോധത്തോടെ ആയിരിക്കുവാൻ അങ്ങയുടെ സഭയെ ദൈവത്തോടൊന്ന് ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഏഴയാം എന്നെയും ക്രൂശിൻ്റെ മറവിൽ അവിടെ നിന്ന് കർത്താവെ മറയ്ക്കണമേ. അങ്ങ് അവിടെ നിന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ സഹായിക്കണം. അങ്ങ് അവിടെ നിന്ന് പ്രാർത്ഥനകളെ സ്വീകരിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ കയ്യില് ഹല്ലേലൂയ സ്തോത്രം ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല.
ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ദൂതുകളെ, ദൈവിക ആലോചനകളെ കൈമാറുവാൻ, അത് ദൈവം നമ്മളിവിടെ നിൽക്കുമ്പോൾ ദൈവം നൽകി തരുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും സ്തോത്രം, റൂട്ട് മാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു എന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം നൽകി തരുന്ന, ദൈവം പറയുന്ന ദൈവിക ആലോചനകളെ ദൈവസഭയോട് പറയുവാൻ ഹല്ലേലൂയ സ്തോത്രം ഞാൻ കടപ്പെട്ടവനാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. സ്തോത്രം. ഇവിടെ ദൈവസഭ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ, പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ദൈവസഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് എഴുതിയിരിക്കുന്നു. നോക്കിയേ, എന്നാൽ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 12-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അതിന്റെ തുടക്കഭാഗത്ത് ഇതേ സാഹചര്യത്തിലൂടെ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന യാക്കോബ് കടന്നു പോവുകയാണ്. യാക്കോബ് കടന്നു പോകുന്ന സമയത്ത് യാക്കോബിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും പ്രാർത്ഥിച്ചില്ല എന്നൊന്നും വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. തങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവവചനങ്ങളെ വിചിന്തനം ചെയ്തു തരികയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ മുമ്പന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ദൈവദാസന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം, യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു എന്ന് കണ്ടപ്പോൾ തീർച്ചയായും പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭ യാക്കോബിനും വേണ്ടി അവരിരുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ദൈവദാസന്റെ ഒരു വിടുതലിന് വേണ്ടി. പക്ഷെ നോക്കിയേ, അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവർ പ്രാർത്ഥിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടില്ല, പ്രാർത്ഥിച്ചില്ല എന്നും രേഖപ്പെടുത്തിയില്ല. പക്ഷേ പത്രോസിന്റെ വിഷയം കടന്നു വന്നപ്പോൾ, പത്രോസിനൊരു പ്രയാസം കടന്നു വന്നപ്പോൾ, പത്രോസിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വന്നപ്പോൾ ദൈവവചനം പറയുന്നു, യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് എന്താണോ അനുഭവിച്ചത് അതുപോലെ യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെയും വകവരുത്തുവാൻ ഹെരോദാവ് പദ്ധതിയിട്ടിരിക്കുമ്പോൾ ദിവസവും മാസവും ദിവസവും മണിക്കൂറുകളും കുറിച്ച് അടുത്ത പ്രഭാതത്തിൽ അവനെ എന്ത് ചെയ്യണമെന്ന പദ്ധതികളുമായി ഹെരോദാവ് നിൽക്കുമ്പോൾ ഇത് അറിഞ്ഞ ദൈവസഭ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, കഴിഞ്ഞ ദിവസം യാക്കോബിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചൊരു രീതിയുണ്ട്. ആ പ്രാർത്ഥനാ രീതിക്ക് അവർ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവസഭയുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഒരു ആലോചന പറയാ. നമ്മുടെ പ്രാർത്ഥനകളുടെ ശൈലികളെ മാറ്റിക്കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകളെ രീതികളെ മാറ്റിക്കൊണ്ട്, നമ്മുടെ ഉപവാസത്തിന്റെ ക്രമീകരണങ്ങളെ മാറ്റിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസഭ വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഷെഡ്യൂൾ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു വന്നൊരു രീതിയുണ്ട്, ഉപവസിച്ചൊരു ക്രമമുണ്ട്. അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഈ ആത്മാവ് തരുന്ന നിയോഗങ്ങളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൈവസഭയോട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ കാണാത്ത ദൈവപ്രവർത്തികൾ ഈ ദൈവസഭയ്ക്കകത്ത് ദൈവം ചെയ്തെടുക്കും. ദൈവം തരുന്ന നിയോഗത്തെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയാ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥനയുടെ രീതികൾ മാറ്റാൻ തീരുമാനിച്ചു, എന്ന് നിങ്ങൾ ഉപവാസത്തിന്റെ രീതികൾ മാറ്റാൻ തീരുമാനിച്ചു, അന്ന് മുതൽ ദൈവം ഈ സഭയ്ക്കകത്ത് ഇവിടുത്തെ വിഷയങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കേൾക്കുന്ന സാക്ഷ്യങ്ങളല്ല, ഇനി കേൾക്കാനിരിക്കുന്നതാണ് സാക്ഷ്യങ്ങൾ. കണ്ടതല്ല അത്ഭുതങ്ങൾ, ഇനി കാണാനിരിക്കുന്നതാണ് അത്ഭുതങ്ങൾ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. അത്ഭുതങ്ങൾ നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ, അടയാളങ്ങൾ നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ, സാക്ഷ്യങ്ങൾ ഇനിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഉപവസിക്കുന്ന ദൈവസഭയുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇനി നമ്മൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശമന. നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത് വെറുതെയായി മാറത്തില്ല. ഹല്ലേലൂയ. ഈ ഉപവാസം, ഈ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ വിടുതലായി മാറിയെന്ന് ഈ സഭയ്ക്കകത്ത് യുവാക്കളും യുവതികളും ഹല്ലേലൂയ മാതാപിതാക്കളും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അടുത്ത ഉപവാസം എന്നാണ്, അടുത്ത പ്രാർത്ഥന എന്നാണ്, ഞങ്ങൾ എപ്പോഴാണ് ലീവ് എടുക്കേണ്ടതെന്ന് ഇങ്ങോട്ട് ചോദിച്ചു വരത്തക്ക രീതിയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടത്തക്ക രീതിയിൽ, ദുരാത്മ മണ്ഡലങ്ങൾ പുറത്താകത്തക്ക രീതിയിൽ, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരങ്ങൾ വെളിപ്പെടത്തക്ക രീതിയിൽ ദൈവസഭ തങ്ങളുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക് മാറ്റം വരുത്തി.
അത് അടയ്ക്കപ്പെട്ട് കിടന്ന വാതിലുകൾ തുറക്കപ്പെടാനും ബന്ധിക്കപ്പെട്ട് കിടന്ന വ്യക്തി ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കുന്നതിനും മുഖാന്തരമായെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പ്രാർത്ഥനാ രീതികൾക്ക് മാറ്റം വരുത്തി, ഹല്ലേലൂയ സ്തോത്രം ഉപവസിക്കുന്ന രീതികൾക്ക് മാറ്റം വരുത്തി, ഹല്ലേലൂയ സ്തോത്രം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞ നാളുകളിൽ ഫോളോ അപ്പ് ചെയ്തതുപോലെ ചെയ്തു പോകാതെ ഈ ദിവസങ്ങളിൽ നിയോഗങ്ങളെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവം വൻകാര്യങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്തു തരും. അതിനുവേണ്ടി ഇടിവിൽ നിൽക്കാൻ തയ്യാറായി ആര് മുമ്പോട്ട് വരുമോ, അതിനുവേണ്ടി സമയങ്ങളെ മാറ്റിവെച്ച് ആര് മുമ്പോട്ട് വരുമോ, അവരുടെ കുടുംബങ്ങൾക്കകത്ത് അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളുടെ മേൽ അവരുടെ ശാരീരികമായ മണ്ഡലങ്ങളുടെ മേൽ എന്റെ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താതിരിക്കുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥന, ദൈവസഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നോക്കിയേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം വായിച്ച് 1-2 വാക്യങ്ങൾ. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. കണ്ടോ, യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തവരല്ല. ഇവർ യഹൂദ ആലലിയ മതത്തിലുള്ള പ്രാർത്ഥനാ രീതികളെ കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അലലിയ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിലും ഒരു ദിവസം യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം അവർക്ക് ഒരു ആലലിയ ചിന്ത അകത്തു വന്നു. എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്ന് വെച്ചാൽ ഇത്രയും നാളും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന രീതിക്ക് ഒരു മാറ്റം വരണമെന്ന് അവർക്ക് തന്നെ തോന്നുവാനിടയായി. സ്തോത്രം. പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തവരല്ല. കുറേ നാളുകളായി യേശുവിൻ്റെ കൂടെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ഏകദേശം 40% യാത്ര ചെയ്തതിനന്തരമാണ് യേശുവിനോടുകൂടെ യേശുവിന് ശിഷ്യന്മാർ ചോദിക്കുന്നത്, നീ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. പലപ്പോഴും യേശു പ്രാർത്ഥിക്കാൻ പോയപ്പോഴെല്ലാം ഇവരുടെ റെസ്റ്റിംഗ് ടൈം ആയിരുന്നു. യേശു പ്രാർത്ഥിക്കാൻ മലമുകളിൽ പോകും, യേശു പ്രാർത്ഥിക്കാൻ നിർജ്ജന പ്രദേശങ്ങളിൽ പോകും. എവിടെയെല്ലാം യേശു പ്രാർത്ഥിക്കാൻ പോയോ ആ സമയങ്ങളിലെല്ലാം ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഒരു ദിവസം ഇവരുടെ അകത്ത് തോന്നി, ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോയാൽ കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇനി ഒരു മാറ്റം വരണമെന്ന് തിരിച്ചറിഞ്ഞ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവിടെ ഒരു 1-2 പദമുണ്ട്. ആ പദം വായിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അടുത്ത് എഴുതിയിരിക്കുകയാണ്, തീർന്ന ശേഷം. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിച്ച് തീർന്ന ശേഷം. എങ്കിൽ അടുത്ത ദൈവസഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു ദൈവിക ആലോചന പറയാം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി കണ്ടില്ല എന്ന് വരാം. പക്ഷെ പ്രാർത്ഥനകൾ തീർന്നു കഴിയുമ്പോൾ സാക്ഷ്യങ്ങളെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരും. ഓ റബ ശംദന ഹംദൽ കൗഡബ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ലല്ലോ, അത് ഞാൻ ഉപവസിച്ചിട്ടൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നിയോഗങ്ങളെ ഏറ്റെടുത്തൊരു ദൈവഭക്തൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കയറിയിരുന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഈ ഉപവാസം കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ ചില ദൈവപ്രവർത്തികൾ ആലയത്തിനകത്ത് ദൈവം നടത്തുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, മറക്കാൻ കഴിയാത്തതും ചില വ്യക്തി ജീവിതങ്ങളുടെ ടേണിംഗ് പോയിന്റുകൾ സംഭവിക്കുന്നതുമായ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനകൾ അനന്തരമായ ചില വിടുതലുകളെ ദൈവസഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മീതെ സർവശക്തനാം ദൈവം തരുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭയെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന പറയുമ്പോൾ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ദൂതിനെ ഏറ്റെടുത്തുകൊണ്ട് അധരങ്ങളെ ചലിപ്പിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. നീ ലീവില്ലാത്തടുത്ത് ലീവ് എടുത്തുകൊണ്ട് സമയമില്ലാത്തടുത്ത് സമയമുണ്ടാക്കിക്കൊണ്ട് ആലയത്തിലേക്ക് നീ ഓടി വരുമ്പോൾ ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നീ കണ്ടില്ലെന്ന് വരാം. പക്ഷെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരികയാണ്. പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ സാക്ഷ്യങ്ങളെ കരത്തിത്തരും. പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ ചില മറുപടികളെ ദൈവം കരത്തിത്തരും. പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ അതുവരെ ചലിക്കാത്ത ചിലത് ചലിക്കാൻ തുടങ്ങും.
നീ ദൈവസന്നിധി സമയങ്ങളെ ചെലവിടുന്നത് വെറുതെയാകത്തില്ല. നീ ദൈവസന്നിധിയിൽ കടന്നത് വരുന്നത് വെറുതെയാകത്തില്ല. നിനക്ക് ഉപകാരമായെന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ സാക്ഷ്യങ്ങളെ ദൈവം കരത്തി തരും. ദിവസങ്ങളിൽ വിശ്വസിക്കുക. കഴിഞ്ഞ നാളുകളിൽ പൊട്ടാത്ത ബന്ധനങ്ങളെ ദൈവം പൊട്ടിച്ച് നിന്റെ ജീവിതത്തിന്റെ മേൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ ആധിപത്യം ചെലുത്തിക്കൊണ്ട് നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ജയം തന്ന് പുറത്തെടുക്കുന്ന ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ആദ്യ ദിവസം നിങ്ങൾ കടന്നു വന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഒരു ആലോചന കേട്ടില്ലല്ലോ, ഒരു ദൈവപ്രവൃത്തി നടന്നില്ലല്ലോ, എന്നോട് ദൈവം സംസാരിച്ചില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് വരാം. നാളെ വരരുത് എന്നും ദുരാത്മ മണ്ഡലങ്ങൾ ചെവിത്തലക്കലിരുന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയെന്നും വരാം. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഇത്രമാത്രം ഞാൻ സ്തോത്രം വില കൊടുത്ത് വന്നിട്ടും ദൈവമേ നീ എന്നോടെന്താ സംസാരിക്കാത്തത്, എന്നോടെന്താ ഇടപെടാത്തത്, എൻ്റെ വിഷയത്തിലൊരു മാറ്റം വന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ ചെവിത്തലയ്ക്കൽ പിശാചിരുന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് ദൈവം മുന്നമേ സ്തോത്രം ദൈവജനത്തെ ബലപ്പെടുത്താൻ വേണ്ടി ദൂത് പറയുകയാ. യേശു കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം അതുവരെ ചോദിക്കാത്തൊരു ചോദ്യവുമായി തൻ്റെ കൂടെ കഴിഞ്ഞ ചില നാളുകളായി നടക്കുന്ന ശിഷ്യന്മാർ അതുവരെ ചോദിക്കാത്തൊരു ചോദ്യമായി യേശുവിൻ്റെ അരികിൽ കടന്നു വരികയാണ്. അതുവരെ അവർക്കുണ്ടാകാത്ത ഒരു സ്തോത്രം അവരുടെ അകത്തൊരു ഉണർവുണ്ടാകുക. അതുവരെ അവർക്കുണ്ടാകാത്ത ചില താല്പര്യങ്ങൾ വന്നു പോയി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. ചിലരുടെ മനസ്സിനെ ദൈവം തൊട്ടുണർത്താൻ പോകുന്നു. ഉറങ്ങിക്കിടക്കുന്ന ചിലതിനെ ദൈവം തട്ടി ഉണർത്താൻ പോകുന്നു. ഈ ഉപവാസ പ്രാർത്ഥനകളിലൂടെ ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിലതിനെ എന്റെ ദൈവം തട്ടി ഉണർത്തി. എവിടെയാ ദൈവസഭ എന്ന് ചോദിച്ച് ഇവിടെ വരത്തക്ക രീതിയിൽ പരിശുദ്ധനാം ദൈവം അതിന്റെ ക്രമീകരണം 20 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ചില വിശ്വാസികളുണ്ട്. ചിലത് മനസ്സുമെടുത്ത് കിടക്കുന്നു, ചിലത് ആലയത്തിലേക്ക് പോകാതെ കിടക്കുന്നു. അത് ചിലതിനെ ദൈവം തട്ടി ഉണർത്താൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൂത് കയറ്റി പറയുക. ഈ സഭയുടെ പേര് ചോദിച്ച് ഈ ആലയത്തിനകത്തേക്ക് ആളുകൾ കടന്നു വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന ഈ നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. പരിശുദ്ധനാം ദൈവം വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, അവരുടെ അകത്തൊരു തോന്നൽ, ഇന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ രീതി പോരാ. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ അകത്തൊരു തോന്നൽ വരുന്നു, ദൈവത്തോട് ചോദിക്കണം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ പഠിക്കണം എന്ന ഒരു തോന്നൽ, ഒരു പ്രേരണ. കുറച്ച് നാളുകളായി യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്, പക്ഷേ അപ്പോഴൊന്നും അവർക്ക് തോന്നിയില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അകത്തൊരു പ്രേരണ ലഭിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിച്ചോ, അങ്ങനെ ചില പ്രേരണകൾ ദൈവം തരും. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എഴുന്നേൽക്കണം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രാപിച്ച അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. എനിക്ക് കൂടുതലായി ദൈവത്തോട് അടുക്കണം. എനിക്ക് കൂടുതലായി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലണം. എനിക്ക് കൂടുതലായി ദൈവസന്നിധിയിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, അന്യഭാഷ അഭിഷേകം പ്രാപിക്കണം. എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് ദൈവത്തോട് ചേരണം, എനിക്ക് യഥാർത്ഥ ദൈവവൈതലായി ജീവിക്കണം, എനിക്ക് ചിലതിനെ വിടണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ ഉപവാസങ്ങളിൽ ചിലരുടെ അകത്തളങ്ങളിൽ പ്രേരണ കൊടുക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നാളിതുവരെ കാണാത്ത ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, കൈകൊട്ടുന്നു, ആരാധിക്കുന്നു. എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഇതുവരെ ഒരു അകത്തളങ്ങളിൽ ഒരു പ്രേരണ വന്നിട്ടില്ല, ഒരു തോന്നൽ വന്നിട്ടില്ല. എനിക്ക് സ്നാനപ്പെടണമെന്ന്, എനിക്ക് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന്. ഇതാണ് സത്യമെന്നറിഞ്ഞിട്ടുന്നാൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനകളൊക്കെ അത്തരത്തിൽ ചിലതിനെ തട്ടി ഉണർത്തത്തക്ക രീതിയിൽ പരിശുദ്ധനാം ദൈവം മുഖാന്തരം ദൈവം ചിലതിനെ പിടിക്കൂ. ആമോസ് പറയുന്നുണ്ട്, ഞാൻ ഇടയനായിരുന്നു,
ഹല്ലേലൂയ സ്തോത്രം. ആമോസ് 7 അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ എന്നെ പിടിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ഹല്ലേലൂയ, തൻ്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ആടുകളെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴെന്നല്ല, ഹല്ലേലൂയ സ്തോത്രം, 3 വർഷം BTH ഡിഗ്രി എടുത്തതിന് ശേഷമെന്നല്ല, BD എടുത്തതിന് ശേഷമെന്നല്ല, അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അവൻ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം അവനെ പിടിച്ചു വേർതിരിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ചിലതിനെ ദൈവസന്നിധിയിലേക്ക് ദൈവം പിടിച്ചുകൊണ്ട് വരൂ. ഇന്ന് പകൽക്കാലം പിടിതരാതെ നടക്കുന്ന ചിലത് സത്യം എന്തെന്നറിഞ്ഞിട്ട് അവിടെയും ഇവിടെയുമായി ഇരുതോണിയിൽ കാല് വെച്ചിരിക്കുന്ന ചിലതിനേക്ക് ദൈവം സെപ്പറേറ്റ് ചെയ്ത് ദൈവാലയത്തിനകത്തേക്ക് കയറ്റും. ഈ ഉപവാസ പ്രാർത്ഥനകൾ അതിന് മുഖാന്തരമായി മാറട്ടെ. ഇതിനകത്തിരിക്കുന്നെങ്കിലും പൂർണ്ണമായി ഇതിനകത്തേക്ക് നിൽക്കാൻ കഴിയാതെ, ഹല്ലേലൂയ സ്തോത്രം, ആരാധിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ, വല്ലാത്തൊരവസ്ഥയ്ക്കകത്ത് സ്ഥിരതയില്ലാത്തൊരു മേഖലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലതിന് ദൈവം പ്രേരണ കൊടുക്കൂ, മുമ്പോട്ട് ചുവടുകൾ വെക്കാൻ. ചിലരുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി, ചിലരുടെ കണ്ണുനീരിന് മറുപടിയായി ദൈവാത്മാവ് ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. കണ്ടോ, ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ അവരിത് ചോദിക്കണമെങ്കിൽ, അവരിത് പറയണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ചില കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഏത് വിഷയമുണ്ടായാലും അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടായിരിക്കും, ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യേശു കർത്താവിനോടുകൂടെ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഇത് ചോദിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തിരക്കി നമ്മൾ മുമ്പിലോട്ട് ഇറങ്ങിയാൽ ചില അധ്യായങ്ങൾ പുറകിലേക്ക് പോയി നമ്മൾ പഠിച്ചു വരുമ്പോൾ മാത്രമേ അവരെന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഒന്ന് വായിച്ച് 9-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം വായിച്ചേ. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഇതേ വാക്യം നമുക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും കാണാം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം. യേശുവിനോടുകൂടെ യേശുവിന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ സ്തോത്രം യേശുവിനോട് കൂടെ വന്ന് ചേർന്ന കാലഘട്ടങ്ങളിൽ സംഭവിച്ചതാണ്. വന്ന് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ട് യേശു കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു എന്നല്ല, ഇവിടെ എഴുതിയിരിക്കുകയാണ് അവർക്ക് യേശുവിനോട് ചേർന്ന ശേഷം യേശുവിൻ്റെ ദൈവത്തിന് ഒരു കാര്യം ബോധ്യമായി, എവരെന്നെ വിട്ടു പോകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എവരെ ഞാൻ ചിലത് ഭരമേൽപ്പിച്ചാൽ ഇവർ വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കാൻ ദൈവം നിന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് ഒരുവന്റെ മേൽ വിശ്വാസം തോന്നിയാൽ അപ്പോൾ തന്നെ അതുവരെ മറ്റാർക്കും കൊടുക്കാത്ത ചിലത് കൊടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഒന്ന് പറയാ, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് നിന്റെ മേൽ ദൃഷ്ടി വീണാൽ, ദൈവത്തിന് നിന്നെ വിശ്വാസം തോന്നിയാൽ, നീ മുമ്പോട്ട് വെച്ച ചുവട് പുറകിലോട്ട് മാറ്റത്തില്ലെന്ന് ദൈവത്തിന് ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ, മറ്റാരോടും കാണിക്കാത്ത ചില ദയ, മറ്റാരോടും കാണിക്കാത്ത ചില കരുണ, മറ്റാർക്കും കൊടുക്കാത്ത ചില വിടുതലുകൾ, മറ്റാർക്കും കൊടുക്കാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് മുമ്പോട്ട് വാ. ഇന്നലെ വരെ, ഈ നിമിഷം വരെ നിന്റെ മുമ്പിൽ ചില വാതിലുകൾ അടഞ്ഞു കിടക്കുമ്പോൾ, അത് ഭാവിയോടുള്ള ബന്ധത്തിലാകട്ടെ, അത് ഉപജീവനത്തോടുള്ള ബന്ധത്തിലാകട്ടെ, അത് ശാരീരികമായ വിടുതലിനോടുള്ള ബന്ധത്തിലാകട്ടെ, ഇന്ന് പകൽ ദൈവത്തിനൊരു വിശ്വാസം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ മാറത്തില്ല, നീ ഉറച്ചു നിൽക്കുമെന്ന്. ഇന്നലെ വരെ തുറക്കാത്ത വഴികൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. അടുത്ത കാറ്റടിക്കുമ്പോൾ നീ അങ്ങോട്ട് പോകുമെന്നല്ല, ഇവിടെ തന്നെ ഉറച്ചു നിൽക്കും. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ഏത് കഷ്ടതയുടെ മധ്യത്തിലും വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞാൻ അറിഞ്ഞ സത്യമാണ് ശരിയായ സത്യമെന്ന് നിനക്ക് ഹല്ലേലൂയ സ്തോത്രം നിന്റെ ഹൃദയത്തിൽ ദൈവം സംസാരിച്ചതിൽ നീ ഉറച്ചു നിന്നാൽ, ഹല്ലേലൂയ
പ്രാർത്ഥനയുടെ ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല ദൈവം പ്രവർത്തിക്കാത്തത്. ചിലരോട് ദൈവത്തിന് ഇതുവരെ ഒരു വിശ്വാസം വന്നിട്ടില്ല. ഹല്ലേലൂയ. നിന്നെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. നിന്നെ ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിന്നെ ചിലരുമായി ദൈവം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് ഒരു വിശ്വാസം തോന്നണം. ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നീ തുനിയുന്ന നിമിഷത്തിൽ തന്നെ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ ആ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തുറക്കും. യേശുവിന്റെ നാമത്തിൽ യേശു സ്നാനപ്പെടാൻ, സ്നാപക യോഹന്നാന്റെ കൈക്കിഴി സ്നാനപ്പെടാൻ കുളത്താലിൽ കടവിലിറങ്ങി പൊങ്ങിയ ഉടനെ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെട്ടതുപോലെ ആർക്കും തുറക്കപ്പെടാത്ത ചില വാതിലുകൾ നീ സമർപ്പിച്ച് മുമ്പോട്ടിറങ്ങുമ്പോൾ തന്നെ ദൈവം നിന്റെ മുമ്പിൽ തുറന്നിട്ട് തരും. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിച്ചിറങ്ങ്. ഓക്കെ, നമ്മൾ 2 വാക്യങ്ങളും വായിച്ചപ്പോൾ അവിടെ 2 പദങ്ങളുണ്ട്. രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഹല്ലേലൂയ. 2 പദങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് എന്ത് കൊടുത്തു? അധികാരവും ശക്തിയും കൊടുത്തു. ഓക്കെ, ഈ 2 പദങ്ങൾ നമ്മൾ ഹല്ലേലൂയ ഡിക്ഷണറികളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചന ഹല്ലേലൂയ സ്തോത്രം ആത്മീയ അർത്ഥങ്ങളിലേക്ക്, ബൈബിൾ ഡിക്ഷണറിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഈ 2 പദങ്ങൾക്കും 2 വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. സ്തോത്രം. എങ്കിലും അധികാരം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ അധികാരങ്ങളല്ല. അധികാരികൾ വ്യത്യസ്ത അധികാര പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലേ? സ്തോത്രം. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ അവർക്ക് എന്ത് കൊടുത്തു? അവർക്ക് അധികാരം കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത പദമാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് എന്ത് കൊടുത്തു? ശക്തി കൊടുത്തു. ശക്തി എന്ന പദത്തിന് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പവർ എന്നൊരു പദമാണ്. അതിന് ഹല്ലേലൂയ സ്തോത്രം ആത്മീയ അർത്ഥത്തിലേക്ക് കടന്നു പോകുമ്പോൾ കൊടുത്ത അധികാരത്തെ ഉപയോഗിക്കാനുള്ള കഴിവ് കൊടുത്തു. ഹല്ലേലൂയ. അധികാരവും ശക്തിയും കൊടുത്തു എന്ന് പറയുമ്പോൾ കൊടുത്ത അധികാരത്തെ ഉപയോഗിക്കാനുള്ള ശക്തിയല്ല, ഉപയോഗിക്കാനുള്ള കഴിവ് കൊടുത്തു. ഒരർത്ഥം ഇതാണ്, ദൈവം അവർക്ക് അധികാരത്തെ കൊടുത്തിട്ടുണ്ട്. അധികാരം കൊണ്ട് തീരുന്നില്ല. ആ അധികാരത്തെ പ്രാപിച്ചവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു പവർ, ഒരു ശക്തി, ഒരു കഴിവ് അത് വെളിപ്പെട്ട് വരണം. ഓക്കെ, നമുക്കറിയാം ലൈസൻസ് ഉള്ള ഒത്തിരി പേരുണ്ട്, അല്ലേ? ലൈസൻസ് ഉള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം എവിടെയെങ്കിലും പോകുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ ചർച്ചിൽ തന്നെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ലൈസൻസ് ഉണ്ടെങ്കിലും ഓട്ടോ പിടിച്ചേ വരത്തുള്ളൂ. കാരണം എന്താ? ലൈസൻസ് ഉണ്ട്, അധികാരം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീട്ടിൽ കിടക്കുന്ന വാഹനത്തെ റോട്ടിലോട്ട് ഇറക്കാനുള്ള ശക്തിയില്ല, ധൈര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തിരിക്കുന്നവർക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അതിനെ ഉപയോഗിക്കാനുള്ള ഒരു ശക്തി വന്നിട്ടില്ല. ഓ റമനബ ശംദന. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥിച്ച കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ദൈവദാസന് നിയോഗം കൊടുത്ത് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ അധികാരം തന്നിട്ടുണ്ട്. എൻ്റെ അകത്ത് ദൈവം അധികാരത്തെ തന്നിട്ടുണ്ട്, പക്ഷേ അതിനെ ഉപയോഗിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിനെ ഉപയോഗിക്കാനുള്ള ശക്തി സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവം എൻ്റെ മേൽ പകരണം, എൻ്റെ മേൽ പകരണം. എത്ര പേർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുണ്ട്? നിനക്ക് വാഴ്ത്തത്വമുണ്ട്, നിനക്ക് ദൂതുകളുണ്ട്, നിനക്ക് ആലോചനയുണ്ട്, നിന്റെ മേൽ അഭിഷേകമുണ്ട്, പക്ഷെ നിനക്ക് അതിലേക്ക് ഇറങ്ങി വരാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങിയേ അതിനെ, ആ ബന്ധനത്തെ ദൈവം പൊട്ടിച്ചുകൊണ്ട് അധികാരമുണ്ട്, പക്ഷെ അതിനെ പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അധികാരം പ്രാപിച്ചിട്ടുണ്ട്, എല്ലാവരുടെ മേലും ദൈവം അധികാരം പകർന്നിട്ടുണ്ട്, പക്ഷെ അതിനെ ഉപയോഗിക്കാനുള്ള കഴിവ്. ഗവൺമെന്റ് ലൈസൻസ് തന്നിരിക്കുന്ന പോലെ ലൈസൻസ് ഉണ്ട്, പക്ഷെ ധൈര്യമില്ല പുറത്തേക്ക് വരാൻ, ധൈര്യമില്ല ഉപയോഗിക്കാൻ, ധൈര്യമില്ല. ഇന്ന് പകൽക്കാലം ആ ധൈര്യപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. അകത്തളങ്ങളിലേക്ക് ഒരു ഭയം കയറി വരികയാ. ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കോ? ഞാൻ ഉപവസിച്ചാൽ നടക്കോ? ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയ സംഭവിക്കോ? ഞാൻ ഈ എക്സാം പാസ്സാകുമോ? ഞാൻ എന്നിലൂടെ എൻ്റെ കുടുംബം വിടുതൽ പ്രാപിക്കുമോ? എനിക്ക് ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ?
ഊടാബാല അച്ഛരാജ അധൈര്യപ്പെടുത്തുന്ന ചില ബാഡ് എക്സ്പീരിയൻസുകൾ ജീവിതത്തിൽ കിടക്കുന്നത് നിന്നെ അധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരം പ്രാപിച്ച വ്യക്തി ജീവിതം ഇത് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അധികാരം മാത്രം പോരാ, അത് ഉപയോഗിക്കാനുള്ള കഴിവ്, ആ ശക്തി എന്റെ മേൽ പകരണം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം ഈ പട്ടണം വിട്ടു പോകരുത്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു, ശരിയാണ്, പക്ഷെ അത് ഉപയോഗിക്കാനുള്ള കഴിവ്, ആ ശക്തി നിന്റെ അകത്ത് വെളിപ്പെടുന്നത് വരെ നീ ഈ പട്ടണം വിട്ടു പോകരുത്. അധികാരം പ്രാപിച്ചത് കൊണ്ട് കാര്യമായില്ല, അത് ഉപയോഗിക്കാനുള്ള ഒരു അഭിഷേകം, അത് ഉപയോഗിക്കാനുള്ള ഒരു ദൈവശക്തി, അത് ഉപയോഗിക്കാനുള്ള ഒരു ദൈവകൃപ എന്റെ മേൽ പകരണമേ. നമുക്ക് ദൈവമക്കളാവാൻ അധികാരം തന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള കഴിവ്, ആ ദൈവശക്തി അകത്ത് വന്നില്ല എങ്കിൽ നമ്മൾ അധികാരം പ്രാപിച്ചത് കൊണ്ട് കാര്യമായില്ല. ഞാൻ ദൈവ പൈതൽ എന്ന അധികാരം എനിക്ക് കിട്ടിയത് കൊണ്ട് കാര്യമായില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം പ്രാപിച്ചത് കൊണ്ട് കാര്യമായില്ല. അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങണം. ഇതിനകത്തിരിക്കുന്നവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ തന്നെ അവൻ ദൈവ പൈതലാകാൻ അധികാരം തന്നു, ശത്രുവിന്റെ മേൽ ജയമെടുക്കാൻ അധികാരം തന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം അധികാരമുണ്ടെങ്കിലും നീ പ്രാർത്ഥിച്ചിട്ട് ചിലത് നടക്കുന്നില്ല, നീ ഉപവസിച്ചിട്ട് ചിലത് നടക്കുന്നില്ല, മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ മാറുന്നില്ല, അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറുന്നില്ല. അതിന്റെ അർത്ഥം ഇതുവരെ ആ ശക്തി അകത്തേക്ക് വെളിപ്പെട്ട് വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച കർത്താവേ, ദേശത്തെ പിടിച്ചടക്കാൻ, ജാതികളുടെ മേൽ ജയം പ്രാപിക്കാൻ, ഇരുട്ടിന്റെ ആത്മാക്കളെ പൊട്ടിക്കാൻ, പൈശാചിക ബന്ധനങ്ങളെ അറക്കാൻ അധികാരം മാത്രമല്ല, അതിനെ ഉപയോഗിക്കാനുള്ള ഭാവം. യേശുവിന്റെ നാമത്തിൽ പൗലോസ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വെളിച്ചപ്പാടത്തിയുടെ അകത്തിരുന്ന ദുരാത്മാവ് അവൻ ശാസിച്ചില്ല. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ആ ദുരാത്മ മണ്ഡലം പതറിയോടിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ശക്തി, ആ അഭിഷേകം, ആ ദൈവകൃപ, ഓ ഷാദര മനാദര അശൽ പ്രൗഢവദന അന്തരെ ജാലഖൗഢവദന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പല കഴിവുകൾ, നിനക്ക് യോഗ്യതകൾ ഒത്തിരിയുണ്ട്, വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, പലതും ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുണ്ട്. പക്ഷെ അതിലേക്ക് കടക്കാൻ നിന്നെ പറ്റാതെ നിന്റെ അകത്ത് എവിടെയൊക്കെ ബന്ധിച്ച് നിന്റെ തലയെ കുനിച്ചു വെച്ചിരിക്കുന്നു. ആ ബന്ധനത്തിനകത്തുനിന്ന് പുറത്തു വരാ, ആ കഴിവ് വെളിപ്പെട്ട് വരണം. യുവജനം വായിക്കുമ്പോൾ കാണാൻ കഴിയും, യേശു കർത്താവ് 12 വരെ വേർതിരിച്ചിട്ട് അവർക്ക് അപ്പോസ്തലന്മാരെന്ന പേര് കൊടുത്തു എന്നൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ആരാണ്? വായിച്ചേ 2 കൊരിന്ത്യർ 12:11 വാക്യം, അതിന്റെ 12 വാക്യം വായിച്ചു. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. കണ്ടോ, ഒരാൾ അപ്പോസ്തലൻ എന്ന് പറയാൻ ആ വ്യക്തിയിലൂടെ വെളിപ്പെട്ട് വരുന്ന ലക്ഷണങ്ങളാണ്. ഒന്ന് അടയാളങ്ങൾ, അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികൾ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി അടയാളങ്ങളുണ്ട്. ഞാൻ 3 അടയാളങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞത്. ഇത് എന്റെ പ്രസംഗ വിഷയമല്ല, എങ്കിലും ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുക. നോക്കിയേ, അപ്പോൾ ഒരാളെ അപ്പോസ്തലൻ എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? അപ്പോസ്തലനായ പൗലോസ് അതിന്റെ അപ്പോസ്തലത്തെ ഹല്ലേലൂയ സ്തോത്രം സ്ഥാപിച്ചു പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൂർണ്ണ സഹിഷ്ണുതയാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും. നോക്കിയേ, അപ്പോൾ ഈ വക ശുശ്രൂഷകൾ ഒരുവനിൽ നിന്നും വെളിപ്പെട്ട് വരുമ്പോഴാണ് അവനെ എന്തായി പറയുന്നത്? അപ്പോസ്തലൻ എന്ന് വെച്ചാൽ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അരികിലേക്ക് വിളിച്ച് 12 പേരെ തിരഞ്ഞെടുത്ത് അവരെ അപ്പോസ്തലന്മാരായി, ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് കൊടുക്കുന്ന സമയത്ത് അവരിലൂടെ അത്ഭുതങ്ങൾ നടന്നിട്ടില്ല, അവരിലൂടെ അടയാളങ്ങൾ നടന്നിട്ടില്ല, അവരിലൂടെ വീര്യപ്രവർത്തികൾ നടന്നിട്ടില്ല, ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പോലും ഇവർ പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. ഇന്ന് പകൽക്കാലം അധികാരം ദൈവം നമ്മുടെ അകത്ത് ചിലത് പകർന്നിട്ടുണ്ട് എന്ന് പറയാൻ, എന്ന് വെച്ചാൽ നമ്മെ ദൈവം വിളിച്ചപ്പോൾ തന്നെ ചിലത് നമ്മുടെ അകത്ത് നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, അത് വെളിപ്പെട്ട് വരണം, അത് വെളിപ്പെട്ട് വരണം. അപ്പോസ്തലന്മാരായി യേശു കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച സമയത്ത് തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യാൻ അവരുടെ അകത്ത് ദൈവം ആ കൃപ പകർന്നിരുന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ നിന്നിൽ വെളിപ്പെട്ടു വരാനുള്ള കൃപാവരത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന കൃപകൾ വെളിപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചപ്പോൾ തന്നെ ചിലതിനെയൊക്കെ ജയിക്കാനുള്ള അധികാരം ചിലതിൻ്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം, ചിലതിനെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ജയിക്കാനുള്ള ദൈവകൃപ നമ്മുടെ അകത്ത് പകർന്നിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥിച്ച് അത് കട്ടക്കിടയിൽ കിടന്ന് കെട്ടുപോകുന്ന വിത്ത് പോലെയാകാതെ ഈ ദിവസങ്ങളിൽ കർത്താവേ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക കൃപകളുണ്ട്, കൃപാവരങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്. അത് ഒരു അതിർത്തിക്കകത്ത്, ഒരു ഹല്ലേലൂയ സ്തോത്ര ഏരിയക്കകത്ത് ഒതുങ്ങിപ്പോകേണ്ടതല്ല, ഒരു ചുറ്റുവട്ടത്തിനകത്ത് ഒതുങ്ങിപ്പോകേണ്ടതല്ല, അത് ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ഒതുങ്ങിപ്പോകേണ്ടതല്ല. അതിനപ്പുറത്തേക്ക് ദൂതുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആലോചനകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷകൾ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നന്നായി അറിയാം, പക്ഷെ എനിക്ക് ശോഭിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ, ദൈവം തന്നിരിക്കുന്ന കൃപയെ, ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയെ വെളിപ്പെടാൻ അനുവദിക്കാതെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിടുതലുകൾ ദൈവം ഈ സഭയ്ക്കകത്ത് ചെയ്യും. ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ, എന്റെ കർത്താവ് നിന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ തന്നെ, നിന്റെ കരത്തിൽ വേദപുസ്തകത്തെ തന്നപ്പോൾ തന്നെ, നിന്റെ അധരത്തിൽ ദൂതകളെ തന്നപ്പോൾ തന്നെ, ഈ ദിവസങ്ങൾ ജ്വലിപ്പിക്കണം, 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 ജ്വലിപ്പിക്കണം. നമ്മുടെ ഭൗതിക വിഷയങ്ങളുണ്ട്, നമ്മുടെ ശാരീരിക വിടുതലിന്റെ വിഷയങ്ങളുണ്ട്. അതിനേക്കാൾ അപ്പുറമായി നിന്നെ വെളിപ്പെട്ട് വരാൻ ചില ദൈവം നിശ്ചിതമാക്കിയിട്ടുണ്ട്. ഇതുവരെ നിന്നിൽ വെളിപ്പെട്ട് വന്നിട്ടില്ല എന്ന് വിചാരിച്ച് അത് നിന്നിൽ പകർന്നിട്ടില്ലെന്നല്ല, അത് വെളിപ്പെട്ട് വരാൻ ഇനി ബാക്കിയാണ്. ഈ ദിവസങ്ങളിൽ പുറത്തു വരണോ? ക്ഷമാന, നീ പ്രവചിച്ചില്ല എന്ന് വിചാരിച്ച് നിന്റെ അകത്ത് പ്രവചന ശുശ്രൂഷ ഇല്ലെന്നല്ല. നീ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായില്ലെന്ന് വെച്ച് നിന്റെ അകത്ത് രോഗശാന്തിയുടെ ശുശ്രൂഷ ഇല്ലെന്നല്ല. ഇന്ന് വരെ നിന്നിലൂടെ ഒരു ഭൂതം പുറത്തു പോയില്ലെന്ന് വെച്ച് നിന്റെ അകത്ത് ഭൂതശാന്തി ശുശ്രൂഷ ഇല്ലെന്നല്ല. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഈ ദിവസങ്ങൾ അതിനുവേണ്ടിയ ഉപവാസങ്ങൾ, അതിനുവേണ്ടിയ ഈ പ്രാർത്ഥനകൾ ജ്വലിപ്പിച്ചു കയറി ആ ബ്ലോക്കുകളെ, ആ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഒരു ബൗണ്ടറിക്കകത്ത് നിന്നെ ഒതുക്കിക്കളയാൻ പൈശാച് ശ്രമിക്കുമ്പോൾ അതിർത്തികൾക്കപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയില്ല. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഈ മേഖലകളിൽ ഉപയോഗിക്കൂ, നിന്നിലൂടെ ഇനിയ ശുശ്രൂഷകളെ ചെയ്തെടുക്കൂ. ലക്ഷണങ്ങളോടുകൂടെ ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരട്ടെ, ലക്ഷണങ്ങളോടുകൂടെ ദൈവിക അധികാരങ്ങൾ വെളിപ്പെട്ടു വരട്ടെ, ലക്ഷണങ്ങളോടുകൂടെ കൃപാവരങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ ലക്ഷണങ്ങളോടുകൂടെ അംദൽ പ്രൗഢപദരഗച്ഛസിയ റിമാനവശംദൽ ഖൗഡാരഗച്ഛസിയ. അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യം വായിച്ചേ. 2-3 അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് മരിച്ച യേശു ജീവിച്ചിരിക്കുന്നു എന്ന്
അനേകം ദൃഷ്ടാന്തങ്ങളിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ലൂക്കോസ് എഴുതി അവസാനിപ്പിച്ചു, യേശു മരിച്ചു. അതേ ലൂക്കോസിനോട് ദൈവം പറയുകയാണ്, ഇല്ല, അവൻ മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിക്കാൻ അടുത്ത് വചനം പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിക്കാൻ ദൃഷ്ടാന്തങ്ങളിലൂടെ, അവൻ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളുടെ ദൈവം വീണ്ടും തെളിയിച്ചു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. കണ്ടോ എന്ന് മനസ്സിലായി? നമ്മുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ശുശ്രൂഷകൾ ദൃഷ്ടാന്തങ്ങളിലൂടെ ദൈവം തെളിയിക്കണം. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു തെളിയിച്ചതുപോലെ ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരങ്ങൾ വെളിപ്പെട്ട് വരണം. കർത്താവേ, ഞാൻ ഒരു സാധാരണക്കാരനല്ല, എൻ്റെ കുടുംബം ഒരു സാധാരണ കുടുംബമല്ല, ഞാൻ ചിലത് മാത്രം ചെയ്യാൻ വിളിക്കപ്പെട്ടവനല്ല. എന്നിലൂടെ ദൈവത്തിന്റെ കൃപാവരങ്ങൾ വെളിപ്പെട്ടു വരാൻ ബാക്കിയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ആരാണെന്ന് അങ്ങ് ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിയിക്കണം. ഹല്ലേലൂയ. ഞാൻ ആരാണെന്ന് അങ്ങ് ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിയിക്കണം. എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, ഞാൻ ഉപവസിക്കാൻ ഇരിക്കുമ്പോൾ, ഞാൻ ദൈവവചനവുമായി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പാടാൻ നിൽക്കുമ്പോൾ, ഞാൻ ആരാധിക്കാൻ കൈയടിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഓക്കെ, രാജാവിൻ്റെ ബുദ്ധിഹീനരായവർ രാജാവിൻ്റെ സന്നിധിയിൽ വരാൻ പാടില്ല. ദാവീദ് അവിടെ ചെന്നിരിക്കുകയാണ്. ദാവീദ് ഈ വാർത്ത അറിഞ്ഞു. അവൻ ബുദ്ധിഹീനനായി ബുദ്ധിഭ്രമം നടിച്ചു. അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ വാതിലുകൾ എന്ത് ചെയ്തു? സ്തോത്രം, വിരലുകൾ കൊണ്ട് ബുദ്ധിഭ്രമം പിടിച്ചവനെ പോലെ വാന്തിക്കൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആ ശബ്ദം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ അവൻ വാതിലുകൾ എന്ത് ചെയ്തു? വരച്ചുകൊണ്ടിരുന്നു, വാന്തിക്കൊണ്ടിരുന്നു. നോക്കി, അതിൻ്റെ ഹീബ്രു ഒരു പദമുണ്ട്. ഹീബ്രു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശത്രുവിന് അവൻ അതിരിട്ടുകൊണ്ടിരുന്നു. നോക്കുന്നവന് അവൻ വാതിലിൽ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്നു. ബുദ്ധിഭ്രമം പിടിച്ചവനെ പോലെ വാതിൽ ചുരണ്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ദൈവവചനം അതിൻ്റെ അർത്ഥത്തിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വചനം പറയുന്നു, അവൻ ശത്രുവിന് അതിരിട്ടുകൊണ്ടിരുന്നു. ഇന്ന് പകൽ ഒരു കാര്യം തിരിച്ചറി, നിന്റെ കരത്തിന്റെ വിരലുകൾ ചലിക്കുന്നതിൻ്റെ അകത്ത് പോലും അർത്ഥമുണ്ട്. നീ കൈയടിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാക്കുകൾക്കകത്ത് അധികാരമുണ്ട്. സ്തോത്രം, നിന്റെ സ്തോത്രത്തിന് പവറുണ്ട്. നീ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ അതിന് ശക്തിയുണ്ട്. നിന്റെ ആദരത്തിലൂടെ പുറത്തു വരുന്ന അന്യഭാഷയ്ക്ക് അർത്ഥമുണ്ട്. ഇന്ന് പകൽക്കാലം നീ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ നീ പോലും അറിയാതെ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന് നീ അതിരിടുകയാണ്. ചിലതിനോട് നീ കൽപ്പിക്കുകയാണ്. കാണുന്നവരിത് ബുദ്ധിഭ്രമമാണ്, കാണുന്നവരിത് ഭോഷത്വമാണ്, കാണുന്നവൻ വിചാരിക്കും നിനക്ക് ഭ്രാന്താണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നീ ആത്മമണ്ഡലങ്ങൾ ചിലത് ചെയ്യുന്നു. ദർശന മണ്ഡലങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ആത്മാക്കളോട് നീ യുദ്ധം ചെയ്യുകയാണ്. ആരാധിക്കാൻ മടിക്കരുത്, അന്യഭാഷ പറയാൻ മടിക്കരുത്, കരം കൊട്ടാൻ മടിക്കരുത്. ഇന്ന് പകൽക്കാലം നീ വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ഇതുവരെ പുറത്തു വരാത്ത ചില ദൈവകൃപകളെ എന്റെ ദൈവം അടയാള സഹിതം ചില പ്രവാചകന്മാർ സ്തോത്രം അതിന്റെ ശക്തിയോടുകൂടെ പുറത്തു വരട്ടെ. നമ്മുടെ അകത്ത് ശുശ്രൂഷയുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ പ്രസംഗ വിഷയത്തിലേ അല്ല നിൽക്കുന്നത്. ഞാൻ ശുശ്രൂഷിക്കാൻ വന്നത് എഴുതി വച്ചിരിക്കുന്ന എല്ലാം വേറെയാണ്. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയെങ്കിൽ ഈ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസായി ലഗാത്താറായി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസന് നിയോഗം കൊടുത്ത് സഭയായി തീരുമാനമെടുത്ത് ഉപവാസങ്ങൾ നടത്തുന്നതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇത് ഭോഷത്വമല്ല. ഇതിൻ്റെ പുറകിൽ നിങ്ങൾ അറിയാതെ ചിലത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ 20 കിലോമീറ്റർ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ അതിനകത്ത് കിടക്കുന്ന ചിലരെ ഈ ആലയത്തിനകത്ത് ദൈവം കൊണ്ടുവരും. ഇത് ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ഈ ഉപവാസങ്ങൾ ചെലവെടുത്ത് സമയങ്ങളെ മാറ്റിവെച്ച് ദൈവസഭ ക്രമീകരിക്കുമ്പോൾ ദൈവം ചില പ്രവർത്തികളെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ഒരു കുരുടനായ മനുഷ്യൻ യേശുവിന്റെ അരികിൽ കടന്നു വന്നപ്പോൾ യേശു തൊട്ടപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ മരമായി കാണുന്നു. രണ്ടാമതും തൊട്ടപ്പോൾ അവൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ തുടങ്ങി.
ഇതെൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നാൽ വ്യക്തതയോടുകൂടി അത് വെളിപ്പെട്ട് വരണം. അതിൽ മരമായിട്ടല്ല, വ്യക്തതയില്ലാതെയല്ല കാര്യങ്ങൾ കാണേണ്ടത്. അല്ല, നമുക്കറിയാം നമ്മളെ ദൈവം ചിലത് കാണിക്കുന്നുണ്ട്, ദൈവം നമുക്ക് ചിലത് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ധൈര്യത്തിലേക്ക് നമുക്ക് ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ചിലരെ ആ വ്യക്തതയിലേക്ക് കടത്താൻ. നിന്നിലെ ശുശ്രൂഷകൾ ആരെല്ലാം വകവെച്ചില്ലേലും ആ വകവെക്കാത്തവനും വകവെക്കത്തക്ക രീതിയിൽ, അംഗീകരിക്കാത്തവനും അംഗീകരിക്കത്തക്ക രീതിയിൽ വ്യക്തതയോടുകൂടെ ദൂതുകളെ, ആലോചനകളെ, ദർശനങ്ങളെ, വെളിപ്പാടുകളെ, പ്രവചനങ്ങളെ, ദൈവിക അധികാരത്തിന്റെ ശുശ്രൂഷകളെ എന്റെ ദൈവം വെളിപ്പെടുത്തും. ദൈവസന്നിധിയിൽ വാഞ്ചിക്കുന്നവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവേ, മരമായിട്ടല്ല, മനുഷ്യനെ മനുഷ്യനായി, വിഷയങ്ങളെ വിഷയങ്ങളായി, ആളിനെ വ്യക്തിയെ വ്യക്തിയായി, കർത്താവേ എല്ലാം വ്യക്തതയോടെ. ഹല്ലേലൂയ. ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കത്തക്ക രീതിയിൽ ദൈവം വെളിപ്പെടുത്തി തരണം. മാസം പറഞ്ഞാൽ ആ മാസത്തിൽ, വർഷം പറഞ്ഞാൽ ആ വർഷത്തിൽ, ദിവസം പറഞ്ഞാൽ ആ ദിവസത്തിൽ, മണിക്കൂർ പറഞ്ഞാൽ ആ മണിക്കൂറിൽ, സെക്കൻഡുകളെ പോലും വിവേചിച്ച് പറയത്തക്ക രീതിയിൽ ദൈവകൃപകൾ വെളിപ്പെട്ട് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തോടും പ്രവചിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് മറ്റൊരു റൂട്ടിൽ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്നത് കൊണ്ട് അതിൽ വിധേയപ്പെട്ട് ഞാൻ ദൈവസഭയോട് മാത്രം ആലോചനകൾ പറയുന്നു. ഇതിന് ചുമട് കൊടുത്ത് നിൽക്കുന്ന ചിലരുണ്ട്. ഈ ദൂതിനെ ഏറ്റെടുത്തോ, അത് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. സഭ വളരണമെന്ന്, ആത്മാക്കൾ കടന്നു വരണമെന്ന്, ദേശം വിടിവിക്കപ്പെടണമെന്ന്, രോഗികൾ സൗഖ്യമാകണമെന്ന്, അടങ്ങാത്ത ദാഹവുമായി, അടങ്ങാത്ത വാഞ്ചയുമായി, അടങ്ങാത്ത പ്രാർത്ഥനയുമായി, എന്റെ കൈവെപ്പിനാൽ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ മാനസിക രോഗികൾ സൗഖ്യമാകണം. സുവിശേഷകർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കണം. യുവാക്കളും യുവതികളും വിടുതൽ പ്രാപിക്കണം. ചില ആത്മാക്കളെ നേടണം. എന്റെ കുടുംബം, എന്റെ കാര്യം, എന്റെ മക്കള്, എന്റെ വിഷയത്തിന് വിടുതലെന്ന് ആഗ്രഹിക്കുന്നവരോടുള്ള ദൂതല്ല. സഭ വിടുവിക്കപ്പെടണം, ദൈവമക്കൾ കടന്നു വരണം, ദേശം വിടുവിക്കപ്പെടണം, ഉപവാസ പ്രാർത്ഥനകൾ വിജയകരമായി തീരണം. വരുന്ന ദൈവദാസന്മാരെ ദൈവശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. ഞാൻ ദൈവത്തിന് ഈ കാലഘട്ടത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കണം. എന്റെ തലമുറയെ, എന്റെ കുടുംബത്തെ ഉപയോഗിക്കണമെന്ന് വാഞ്ചയോട് പ്രാർത്ഥിക്കുന്ന ചിലരിതിനകത്തുണ്ട്. നീ കേവലം ഒരു ടീച്ചറായി, നീ കേവലം ഒരു പാസ്റ്ററായി, നീ കേവലം ഒരു ഉദ്യോഗസ്ഥനായി, നീ കേവലം ഒരു ചില ആളിൽ ലേബലിനകത്ത് ഒതുങ്ങത്തക്ക രീതിയിലല്ല. നിന്നിൽ ചിലത് നിക്ഷിപ്തമാണ്. നിന്നിൽ ദൈവം ചിലത് പകർന്നിട്ടുണ്ട്. നിന്നിൽ ചിലത് നിക്ഷിപ്തമാണ്. നിന്നിൽ ദൈവം ചിലത് പകർന്നിട്ടുണ്ട്. അത് വെളിപ്പെട്ടു വരാൻ ബാക്കിയാണ്. അത് പുറത്തു വരാൻ ബാക്കിയാണ്. യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു വരട്ടെ. ഈ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, മേൽക്കുമേൽ ബലം പ്രാപിക്കുക, മേൽക്കുമേൽ ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ. അപ്പോ ശക്തി, അധികാരം ലഭിച്ചു, ശക്തി ലഭിച്ചതും കൊണ്ടായില്ല. അല്ലെങ്കിൽ ശക്തി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. നമ്മളിപ്പോ ഒരു വലിയൊരു ഓഫീസിൽ കടന്നു പോവുകയാണെന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അതിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ആ പുള്ളിക്ക് ഒരു അധികാരമുണ്ട്. നിങ്ങൾ ആളെ ഇവിടെ ഇറക്കിയിട്ട് വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്യണം. അത് പുള്ളി പറഞ്ഞാൽ അധികാരത്തോടെയാണ് പറയുന്നത്. പുള്ളിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് ആ കമ്പനി, ആ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ആ സ്ഥാപനം. അതുകൊണ്ട് ആ പുള്ളി പറയുന്നത്, അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് പറയാൻ അധികാരമില്ല. പുള്ളിക്ക് അത്രയും പറയാം, നിങ്ങൾ ഈ വാഹനത്തിൽ ആളെ ഇവിടെ ഇറക്കിയിട്ട് ഇന്നെടുത്ത് കൊണ്ടുപോയി വാഹനം ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. പുള്ളി അധികാരത്തോടെയാണ് പറയുന്നത്. കാരണം ആ പുള്ളിക്ക് അതിൻ്റെ അധികാരം കിട്ടിയിട്ടുണ്ട്. ഇനി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ അകത്ത് പോയാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവധി കൊടുക്കാൻ MD അല്ല കൊടുക്കുന്നത്, അവിടുത്തെ ചില മാനേജർമാരുണ്ട്, അവർക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ.
അത് സെക്യൂരിറ്റിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് നാളെ അവധി വേണമെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്ക് ശരി നാളെ വന്നിട്ട് വരണ്ട എന്ന് പറയാൻ അധികാരമില്ല. അതകത്ത് ചില മാനേജർമാരുണ്ട്, പുള്ളി ചെയ്യും. പക്ഷേ നാളെ തൊട്ട് നീ ഇവിടെ വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഉയരത്തിൽ അധികാരത്തിലിരിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ഭവനത്തിനകത്ത് ഇന്നലെ വരെ വെല്ലുവിളിച്ചു നിന്ന് ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ നാളെ മുതൽ ഇതിനകത്ത് കയറരുത് എന്ന് പറയണമെങ്കിൽ നീ അധികാരം പ്രാപിക്കണം, ആ ദൈവശക്തി പ്രാപിക്കണം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പവർ എനിക്ക് വേണം. നീ പറഞ്ഞാൽ ഓ ഷാബാരാബാല അംദരാ ധരാജല റിഗപ്രൗഢ ബദരഗച്ഛസിയാര. ഇന്ന് പകൽക്കാലം പറഞ്ഞ അഭിഷേകം വേണം കർത്താവേ. എൻ്റെ തലമുറയുടെ ഭാവിയെ, എൻ്റെ തലമുറയെ, എൻ്റെ കുടുംബത്തെ ബന്ധിച്ച്, എൻ്റെ ശരീരത്തെ ബന്ധിച്ച് ഈ ശക്തി പോലെ കർത്താവേ, ഈ കൃപ പോലെ കർത്താവേ, ഈ അഭിഷേകം പോലെ പിതാവേ. പകരും ഈ ഉപവാസവും പ്രാർത്ഥനയൊന്നും വെറുതെ അല്ല. ഹാലലി കേവലം ഹാലലിയ വെറുമൊരു ശുശ്രൂഷകരായിട്ടല്ല, കൃപാവര പ്രാപ്തിമാരെ ഇതിനകത്ത് നിന്ന് എന്റെ ദൈവം എഴുന്നേൽപ്പിക്കോ. വാഞ്ചയോടെ വരുന്നവരെ ദൈവം ഉപയോഗിക്കോ. ഊഢമാന ശാന്തരാജഗതന. ദൈവാത്മാവ് തരുന്ന ആലോചനകൾ ദൈവസഭയോട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്നില്ല. നിങ്ങളോട് പ്രവചിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ദൈവാത്മാവ് സഭയോട് ദൂത് പറയാൻ, ചിലരെ ഒരുക്കിയെടുക്കാൻ, ചിലരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, ചിലരുടെ അകത്തേക്ക് തീയെ കോരിയിടാൻ, അതിനുവേണ്ടി വാഞ്ചയോടെ ചിലർ എഴുന്നേറ്റ് വരാൻ. ഓ മേൽക്കുമേൽ ബലം, മേൽക്കുമേൽ ശക്തി, മേൽക്കുമേൽ അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ വെറുതെ അല്ല. അത് കേവലം ഭൗതിക വിടുതലുകൾക്ക്, തലമുറകളുടെ വിടുതലുകൾ മാത്രമല്ല, ആത്മതലത്തിൽ ഒരു ഉണർവ്. ചില ശുശ്രൂഷകരെ, ദർശനം കാണുന്നവരെ വ്യക്തതയോടെ വെളിപ്പാടുകൾ ദൈവം കൈമാറിക്കൊണ്ട്, പ്രവചന ശുശ്രൂഷകൾക്ക് മൂർച്ചകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് നിന്ന് ദൈവം കൊണ്ടുവരും. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടല്ല, ഇതിനകത്ത് തന്നെ അതിന് പ്രാപ്തരായവര് ഇതിൽ നിന്ന് പുറത്തേക്ക് ശുശ്രൂഷയ്ക്ക് പറഞ്ഞയക്കുന്നതിനേക്കാൾ മുന്നമേ ചിലതിനെ അതിനെയെല്ലാം തയ്യാറാക്കി വാഞ്ചയോടെ കയറിവ, പ്രാർത്ഥനയോടെ കയറിവ. സമയങ്ങൾ ദൈവസ്ഥനിൽ ചെലവഴിക്കുക. നിന്റെ സമയത്തെ അപഹരിക്കുന്ന ആ സാത്താന്യ വ്യാപാരങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എനിക്കെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടായിട്ടല്ല, വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടൊന്നും അല്ലെന്നേ. എൻ്റെ അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടോ, എൻ്റെ അമ്മ പ്രവാചകി ആയതുകൊണ്ടോ, അവരൊന്നും ഹല്ലേലൂയ പണ്ട് ശുശ്രൂഷ പാരമ്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അതൊന്നും ഇല്ല, അതൊന്നും പറയാനില്ല. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്നതാണ് ഞങ്ങൾ. ഇന്ന് ഞാൻ ഹല്ലേലൂയ എവിടെയെങ്കിലും കടന്നുപോയി ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവിനെ കണ്ടിട്ടല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ആ ദൈവ സാന്നിധ്യം നിന്നിലുണ്ടെങ്കിൽ, ആ അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ, നീ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്നെ ആദരിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും ആളുകളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പന്റെ ബലത്തിലും അമ്മയുടെ ബലത്തിലും പാരമ്പര്യത്തിന്റെ ബലത്തിലും കുറച്ചു നാളൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കൃപയുണ്ടെങ്കിൽ അഭിഷേകമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഏത് കാട്ടിനകത്ത് പോയാലും അവിടെ നിനക്ക് വേണ്ടി ദൈവം വേദികളെ ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് പകരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് തെളിഞ്ഞു വരണം. തിമത്തിയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ നിന്നിൽ ജ്വലിച്ചു വരേണ്ട കൃപാവരങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ, തിമത്തിയോസേ, നിന്റെ അകത്ത് കൃപാവരമുണ്ട്, പക്ഷെ അതിനി ജ്വലിച്ചു വരണം. നിന്റെ അകത്ത് ശുശ്രൂഷയുണ്ട്, അത് ജ്വലിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം. നീ ഒരു പ്രവാചകനായി ദൈവം കണ്ടിട്ടുണ്ട്, ആ ശുശ്രൂഷ വെളിപ്പെട്ട് വരണം. ഒരു വാക്യം വായിച്ച 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം. പെട്ടെന്ന് വായിച്ചതിന്റെ മുമ്പിൽ സമയം കഴിഞ്ഞുവെങ്കിലും
അതിൻ്റെ 39-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചവന്, എന്നിൽ അധികാരമുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ ആരാണ്? ബലഹീനനാണ്. അധികാരമുണ്ട്, പക്ഷെ എവിടെയൊക്കെയോ ബലഹീനപ്പെട്ട് കിടക്കുകയാണ്. അത് പ്രയോഗിക്കാൻ കഴിയാതെ, ഉപയോഗിക്കാൻ കഴിയാതെ, അല്ല എവിടെയൊക്കെയോ ധൈര്യങ്ങൾ ചോർന്നു പോയി. ഓക്കെ, ആ വാക്യത്തിന് താഴോട്ട് വായിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഭാഗം ഒന്ന് വായിച്ചു. സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് സെരൂയ എന്ന് പറയുന്നത് ദാവീദിന്റെ സഹോദരിയാണ്. ദാവീദിന്റെ സഹോദരിയുടെ പുത്രന്മാർ നിമിത്തം താൻ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ മധ്യത്തിൽ പറയുക, ഇനി ഞാനിപ്പോൾ എന്താണ്? അഭിഷേകമുള്ളവനാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, എനിക്കിപ്പോൾ ഞാൻ നിസ്സഹായകനായി നിൽക്കുകയാണ്. അധികാരം എനിക്കുണ്ട്, എൻ്റെ മേൽ അഭിഷേകം വീണിട്ടുണ്ട്. ശൗമേൽ തൻ്റെ അഭിഷേക കൊമ്പെടുത്തൻ അഭിഷേക തൈലം എൻ്റെ തലയിൽ മേൽ ഒഴിച്ചൻ അഭിഷേകം ചെയ്തു. എനിക്ക് അഭിഷേകമുണ്ട്, സാധാരണ അഭിഷേകമല്ല, രാജകീയ അഭിഷേകം. പക്ഷേ ഇപ്പോൾ ഞാൻ ബലഹീനനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്താൽ ഞാൻ കാട്ടിൽ ഞാൻ നേരിട്ട അഭിഷേകങ്ങളുടെ മേൽ ജയം പ്രാപിച്ചു. സിംഹം വന്നു, കരടി വന്നു, അതിന് ഞാൻ ജയിച്ചു. നാട്ടിൽ പ്രബലമായൊരു വിഷയമുണ്ടായിരുന്നു, അതിൽ ഞാൻ കടന്നു മല്ലനായ ഗോലിയാത്തിനെ ഞാൻ മലത്തിയടിച്ചു. പക്ഷെ എൻ്റെ വീട്ടിനകത്ത് നേരിടുന്ന വിഷയത്തിനകത്ത് ഞാൻ ബലഹീനനായിരിക്കുകയാണ്. നാട്ടിലെ വിഷയത്തെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി, അല്ല പലരുടെയും വിഷയത്തെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പക്ഷെ എൻ്റെ സ്വന്തം വിഷയത്തിനകത്ത് എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മാ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിനക്ക് വ്യക്തത തരൂ. അതിനെ നേരിടാനുള്ളൊരു ദൈവകൃപ, അതിനെ നേരിടുവാനുള്ളൊരു ദൈവശക്തി കഴിഞ്ഞ നാളുകളിൽ നിന്റെ മുമ്പിൽ വന്ന വിഷയത്തെ നീ എങ്ങനെയാണോ നേരിട്ടത്, അതിനേക്കാൾ ശക്തിയോടെ പലരുടെയും പ്രശ്നങ്ങൾ നീ പരിഹരിക്കുന്നുണ്ട്. പലരുടെയും വിഷയങ്ങൾ നീ ഒരു സഹായകരായി കടന്നു ചെല്ലുന്നുണ്ട്. എവിടെയാണോ നീ ബലഹീനൻ എന്ന് തോന്നുന്നത്, എവിടെയാണോ നീ നിസ്സഹായനെന്ന് തോന്നുന്നത്, എവിടെയാണോ നീ ഭയപ്പെടുന്നത്, എവിടെയാണോ നിനക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തത്, അവസരങ്ങളിൽ വ്യക്തത വരുന്നു. ദൈവ പൈതലാണ് ഞാൻ, ഇതാണ് സത്യദൈവം, ഈ മാർഗമാണ് ശരിയായ മാർഗം. ഇതെല്ലാം നിനക്ക് ദൈവ പൈതലായി നീ അധികാരം പ്രാപിച്ചു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കും, നിനക്കറിയാം. പക്ഷേ ആ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയാ ധൈര്യമില്ലല്ലോ, ആ ശക്തിയില്ലല്ലോ. ഈ ഉപവാസ പ്രാർത്ഥനയെങ്കിൽ ദൈവം ഇന്ന് പകൽക്കാലം ദൈവം അത് തുടങ്ങിക്കഴിഞ്ഞു. ചിലർ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് ധൈര്യത്തിൽ വരത്തക്ക രീതിയിൽ ഞാൻ ദൈവ പൈതലാണ്. ഇത് കളിപ്പീരല്ല, ഇതാണ് യഥാർത്ഥ സത്യമാർഗം. മറ്റതെല്ലാം കളിപ്പീരാണ്. തീരുമാനമെടുക്കാൻ ധൈര്യമില്ലാതെ കിടക്കുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടോ തീരുമാനമെടുക്കാൻ ധൈര്യമില്ല. ഞാൻ ദൈവ പൈതലായി, ദൈവം എനിക്ക് ദൈവ പൈതലാകാൻ അധികാരം തന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവരെ മുമ്പോട്ട് അത് ഹല്ലേലൂയ കടന്നു വരാൻ ആ തീരുമാനമെടുക്കാൻ കഴിവില്ലാതെ എവിടെയോ ബലഹീനപ്പെട്ട് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയോ ബലഹീനപ്പെട്ട്, എവിടെയോ ധൈര്യമില്ലായ്മ, എവിടെയോ മുമ്പോട്ട് വരാൻ കഴിയാതിരിക്കുന്ന ചിലതിന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേവലം ഈ സഭയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മാത്രമല്ല, ഇതിൻ്റെ ചുറ്റളവിൽ കർത്താവേ ഞങ്ങൾക്കറിയാവുന്ന ചിലരൊക്കെ ഉണ്ട്. അവർക്ക് സത്യം അറിയാമെങ്കിലും ചുവട് വെച്ച് മുമ്പോട്ട് വരാൻ അവർ ബലഹീനരാണ്. ഇന്ന് പകൽ ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബലഹീനപ്പെട്ട് കിടക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ ചാർച്ചക്കാരിൽ, നമ്മുടെ സഹോദരന്മാരിൽ, നമ്മുടെ സഹോദരിമാരിൽ, നമ്മുടെ കൂട്ടുജോലിക്കാരിൽ ചിലർക്കറിയാം സത്യത്തെ മുമ്പോട്ട് വരാൻ കഴിയാൻ ധൈര്യമില്ലാതെ. നിനക്ക് അഭിഷേകമുണ്ട്, നിനക്ക് അധികാരമുണ്ട്. നീ പ്രാർത്ഥിച്ചപ്പോൾ പലരുടെ വിഷയത്തിലും പലരുടെ തലമുറയ്ക്കും വിടുതൽ നടന്നു. പക്ഷെ നിന്റെ വിഷയത്തിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ബലഹീനപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ശക്തി പകരുന്നു. ഇനി അതൊരു ചോദ്യചിഹ്നമായി നിൽക്കാൻ അനുവദിക്കാതെ
ആദ്യം നീ പോയി നിന്റെ വീട്ടിലുള്ളവരെ ശരിയാക്കിയിട്ട് വന്നാ മതി എന്ന് പറയുന്നവന്റെ വായടയ്ക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നു. അതിന് ദൈവം ചിലരെ പ്രാപ്തരാക്കുന്നു. അവർക്ക് അധികാരം, അവർ ദൈവ പൈതലെന്ന് ദൈവം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിയാം. എങ്കിലും മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ ആരെ കഴിയാത്ത വിധത്തിൽ ബലഹീനപ്പെട്ട് കിടക്കുന്ന ചിലരെ എൻ്റെ ദൈവം ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് കണ്ണുകളടച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച കർത്താവേ, അധികാരമുണ്ട്. പാമ്പുകളെ, തേളുകളെ, ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടാൻ എൻ്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് പ്രയോഗിക്കാൻ, അത് ഉപയോഗിക്കാനുള്ള കഴിവ്, ആ ശക്തി ഇന്ന് പകൽക്കാലം പകരണം. ഒരു വാച്ച്മാന് ലഭിക്കുന്ന പവറല്ല, ഒരു മാനേജറിന് ലഭിക്കുന്ന പവറല്ല, ഉന്നതത്തിൽ സർവാധികാരിയുടെ എൻ്റെ കർത്താവേ, ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം നിങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് വാഗ്ദത്തം നൽകി തന്ന സകല അഖിലാണ്ടത്തിന്റെ ഉടയവനും സൃഷ്ടി കർത്താവുമായ നമ്മുടെ ദൈവത്തിൽ നിന്നും ആ പവർ ഞാൻ പ്രാർത്ഥിച്ചു. പനിമാറി ഞാൻ പ്രാർത്ഥിച്ചു. ചില വിഷയങ്ങൾ വിടുതൽ വന്നു. എന്നാൽ ചിലതൊന്നും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല, ചിലതൊന്നും എൻ്റെ കൈ കീഴിൽ വരുന്നില്ല, ചിലതൊന്നും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല. ഇന്ന് പകൽക്കാലം അതിനെ ഒതുക്കാൻ, അതിനെ ജയിക്കാൻ, അതിൻ്റെ മേൽ ദൈവിക ശക്തിയുടെ ഇമ്പാർട്ടേഷൻ ധാരാളം ശബ്ദന കണ്ണുകളടച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചേ.